എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വെറും 10 മിനിറ്റിനകം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ളൊരു ദോശയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പിയുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ദോശയ്ക്കൊപ്പം കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തിയാണ് ആദ്യം തയ്യാറാക്കുന്നത്. ഇത് കപ്പലണ്ടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചൊരു പാൻ സൊല്ലിട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ ജീരകവും ഉഴുന്നുപരിപ്പും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. കൂടാതെ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. നല്ലതായിട്ട് ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് മൂക്കുന്നവരെ ഇളക്കണം. മുളക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വാളംപുളിയാണ്. ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടാതെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. ഈ മുളക് പൊടിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു കളറ് കിട്ടും. പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വറുത്ത കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ ആദ്യമേ തന്നെ ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. ഒരു 3 മിനിറ്റോളം നല്ലതായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ കപ്പലണ്ടിയും വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം. കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുത്തു. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ദോശയ്ക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെളുത്ത അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അവലുണ്ടല്ലോ 2 പ്രാവശ്യം നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം. അവൽ 2 പ്രാവശ്യം നല്ലതായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണേ. വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണിത് കേട്ടോ. ഇതിലോട്ട് ഇനിയും 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. അരിപ്പൊടി അളന്നെടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടാണ് ചേർക്കുന്നത്. ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ചമ്മന്തിയുടെ മിക്സെല്ലാം നല്ലതായിട്ട് നാറിയതിന് ശേഷം ഇതുപോലൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരയ്ക്കാം. ഇതേ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലതായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം വെള്ളം ഇതിലോട്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം. അരച്ചെടുത്തത് ഇതുപോലെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ മിക്സഡ് ജാറിലോട്ട് ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ടോട്ടൽ 1 കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും കട്ടിക്കുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും 1 വറ്റൽമുളകും മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത്
ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയായി. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ദോശയുടെ മിക്സ് കുതിരാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് കുതിർന്ന് ഇതുപോലൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. നാരങ്ങാനീരിന് പകരം ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറ അങ്ങ് ഓഫായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കണേ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പഞ്ചസാരയും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴുണ്ടല്ലോ ദോശയ്ക്ക് നല്ലൊരു കളറും അതുപോലെ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞും കിട്ടും. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മാവിപ്പം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മിക്സഡ് ജാറിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ദോശയ്ക്ക് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ദോശയുടെ കളർ ഇതേ രീതിയിലൊന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതേ രീതി നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ദോശക്കല്ലിൽ നിന്ന് മാറ്റണം. അത് നോക്കിക്കേ, കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ദോശ എത്രമാത്രം സോഫ്റ്റും ക്രിസ്പിയുമാണെന്ന്. സാധാരണ നമ്മൾ ഈ പച്ചരി ഉഴുന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ, അതേ രീതിയിൽ നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.